കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലവും ഏത് രാഷ്ട്രീയ പാർട്ടിയും മോഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് പി രാജീവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പറഞ്ഞു. കുന്നുകരയിൽ കളമശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പി രാജീവിന്റെ പര്യടന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളമശ്ശേരിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 2016 UDF സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ 28ാം സ്ഥാനത്തായിരുന്നു കേരളം. അന്ന് രാജ്യത്ത് 28 സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 2023 ആയപ്പോൾ കേരളം 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നു. അതിന് നേതൃത്വം നൽകിയ മന്ത്രിയെ നിയമസഭയിലേക്ക് എത്തിച്ചത് കളമശ്ശേരിയിലെ വോട്ടർമാരാണ്. അതിനാൽ കളമശ്ശേരിയിലെ വോട്ടർമാർക്ക് എല്ലാ കാലവും അഭിമാനിക്കാം. അദ്ദേഹത്തെ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് എത്തിച്ച കളമശ്ശേരിയിലെ ജനങ്ങൾ ഇത്തവണ ഇരട്ടി ഭൂരിപക്ഷത്തോടെ ഒരിക്കൽ കൂടി അതിന് തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടനത്തിനു ശേഷം സ്ഥാനാർത്ഥി കവചിത വാഹനത്തിൽ പ്രചാരണം ആരംഭിച്ചു. പാർട്ടി അനുഭാവികൾ വിവിധ വാഹനങ്ങളിൽ അദ്ദേഹത്തെ അനുഗമിച്ചു. റേഷൻ കട ജംഗ്ഷൻ, മദ്രസ പടി, കാരക്കാതുരുത്ത്, ചാലക്ക ജംഗ്ഷൻ, JBS ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെയാണ് വാഹന പ്രചരണ ജാഥ കടന്നുപോയത്. ഓരോ സ്ഥലത്തും കൊച്ചുകുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള നിരവധി പേരാണ് ചുട്ടുപൊള്ളുന്ന വെയിലത്തും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ കാത്തുനിന്നത്. കാർഷിക ഗ്രാമമായ കുന്നുകരയിലെ ജനങ്ങൾ കാർഷിക വിഭവങ്ങളും പൂക്കളുമായാണ് പി രാജീവിനെ സ്വീകരിച്ചത്. നമ്മൾ 2021 ഒന്നിച്ച് ആരംഭിച്ച യാത്രയാണ്. ആ യാത്ര ഈ മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷം നേടി വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം 5 വർഷം ഈ നാടിന്റെ സമഗ്രമായ വികസനം അത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒപ്പം പദ്ധതിയാണ് എല്ലാ തലങ്ങളിലും നടപ്പിലാക്കാൻ ശ്രമിച്ചത്. മണ്ഡലത്തിൽ മത്സരിച്ച ഘട്ടത്തിൽ എല്ലാവരും എന്നിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം പൂർണ്ണമായി സാധ്യതപ്പെടുത്തിക്കൊണ്ടാണ് ഈ പിന്നിട്ട 5 വർഷവും നിങ്ങൾ പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. MLA ആയതിനെ തുടർന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കാനാണ് മുന്നണി എന്നെ ചുമതലപ്പെടുത്തിയത്. ആ ഘട്ടത്തിൽ എന്താണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നൽകിയിട്ടുള്ള ഉറപ്പ്, അത് വ്യവസായ മേഖലയ്ക്കകത്ത് പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്കേറെ